ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും കാസ്റ്റ് ചെയ്യാൻ ഇറങ്ങിയേക്കുവാണേ. നമ്മുടെ കണ്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഫുള്ള് വയമ്പുണ്ട്, അപ്പോൾ അതിന് വെട്ടാനായിട്ട് ശരിക്കും വരാലൊക്കെ ഉണ്ട്. അത് അപ്പുറത്തെ സൈഡാണ്. നമുക്ക് ഇവിടെ കുറച്ച് നേരം കാസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആ സൈഡിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അതേപോലെ നമ്മുടെ പുഷ്പ ദൂണ്ട് നിന്ന് കാസ്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ. അവനാ നിൽക്കുന്ന സ്പോട്ടിൽ ശരിക്കും മീനുണ്ട് കേട്ടോ. കാരണം അവിടെ ഫുള്ള് താമരയായിരുന്നു. അപ്പോൾ വെള്ളം കയറിയ ടൈമിൽ അതിൽ നിന്നുള്ള മീനെല്ലാം ഇറങ്ങി സൈഡിൽ വന്ന് വെള്ളം എടുക്കുന്നുണ്ട്. പായലിനിടയ്ക്കെല്ലാം നല്ല രീതിയിൽ. ഇന്നലെ നമുക്ക് 2-3 ചെറുമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴയായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്നെന്തായാലും നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ഇറങ്ങിയത്, എന്തായാലും നോക്കാൻ വല്ലതും കിട്ടുമെന്ന്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ കൊച്ചു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് സൈഡിൽ നിൽക്കുന്ന മൊത്തം താമരയാണ് കേട്ടോ. അതിൻ്റെ സൈഡിലാണ് നമ്മൾ കാസ്റ്റ് ചെയ്ത് വലിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള കൊച്ചു കൊച്ചു തെളിയുന്നതാണ് നമുക്കിപ്പോൾ സ്ട്രൈക്ക് കിട്ടുന്നത്. ആ തെളി എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് നനക്കി കൊടുക്കും. പോയി ഹുക്കായില്ലായിരുന്നു. മോനെ സ്ട്രൈക്ക് അടി. ചെറുതാ എൻ്റെ മോനെ, എന്തോട്ടി അടിച്ചേ? കളയല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട്. പായലിവിടെ കയറി വരുന്നേ ചേർന്നാണ് കേട്ടോ. കളയില്ലേ മോനെ, എടുക്ക് ചിടക്കി പിടി. 100 ദിവസമാക്കടാ മോനെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചെയർ അത്യാവശ്യം നല്ല സൈസാട്ടാ. ഒക്കെ എടുക്കാം. കരിക്കട്ടുണ്ടോ? ചെറിയ മീൻ പോകുന്നുണ്ടോ? ഇതൊക്കെ തൂളിയാ. ഇവിടെ കള്ളം അടിക്കാൻ സെറ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞ ഈ കളറാ ഞാൻ അടിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. ഈ കളത്തിൽ സെറ്റ് ആയിരിക്കും കളം. നിന്റെ വലയോ വള്ളിയോ വല്ലതും ഉണ്ടോ? സുന്ദരൻ ചേരൻ. നല്ല ഉക്കുണ്ടോ? പോത്തില്ല. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ മീനാണ് കേട്ടോ. രാവിലെ തൊട്ട് നമ്മുടെ കുറേ മിസ്സിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം കിട്ടിയ ആദ്യത്തെ മീൻ. അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കാണിച്ചോ മോനെ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത കാസ്റ്റിങ്ങിലോട്ട് പോകാം. മീൻ വെള്ളം എടുക്കുന്നുണ്ടല്ലേ? അടിച്ചോ? അടിച്ചു ഗൈസ്. എന്തുവായിരുന്നു? അടുത്ത് വന്നിരുന്നു. അടിച്ചോ? പോയി ഇവിടുന്ന് കണ്ട് അടിച്ചു തന്നു. അവിടുന്ന് ഇവിടെ വന്ന് അടിച്ചോ? ഇത് കുരുങ്ങി കിടക്കുമായിരുന്നോ? ഇത് ഇവിടെയാണ് കേട്ടോ. മൊത്തം വൈമ്പിനെ വെട്ടാനായിട്ടേ വരാല്. ഇത് ആ തെളിക്കെല്ലാം വരാൽ ഇപ്പുണ്ട്. വൈമ്പിനെ നല്ല രീതിയിൽ വെട്ടുന്നുണ്ട്. അടിച്ച് അയ്യോ പോടാ കാരണം എനിക്ക് ഈ ഫ്രോഗ് ഇട്ട് അടിക്കാൻ വലിയ കോൺഫിഡൻസ് ഇല്ല. വേറെ കൊച്ചു ഫ്രോഗും ഇല്ല. നമ്മുടെ വെള്ളം കയറിയിട്ട് ഇറങ്ങി നിൽക്കുന്നതുകൊണ്ടേ കണ്ടത്തിലൊക്കെ ശരിക്കും വയമ്പുണ്ട്. അതുകൊണ്ട് എത്രയും വരാൽ കിടക്കുന്നത് ഇവിടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് കാസ്റ്റിംഗ് ആണ്. കാരണം നമുക്ക് രാവിലെ തൊട്ട് കുറേ മിസ്സിങ് ഉണ്ടായിരുന്നു. കൂടുതലും വരാലിൻ്റെ ആയിരുന്നു. നമുക്ക് ഈ സ്പോട്ടിൽ തന്നെ കുറേ വരാൽ മിസ്സായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രോഗിൻ്റെ ഡാമേജാണ്. അപ്പോൾ നല്ലൊരു ഫ്രോഗിന് മേടിച്ചിട്ട് നാളെ മറ്റന്നാളെ വന്ന് നമുക്കിവിടെ കാസ്റ്റ് ചെയ്ത് നോക്കാം.
കാരണം ഇനിയിപ്പോൾ വെള്ളം കയറി വന്നു കഴിഞ്ഞാൽ ഓ അടുത്തത് മിസ്സായി. അത് കൊച്ചു വരാലായിരുന്നു കേട്ടോ.